യെസ്, കഴിഞ്ഞ ദിവസം എന്തായിരുന്നു പറഞ്ഞിരുന്ന 15-ാമത്തെ ശ്ലോകത്തില് അർജുനനാണ് സംസാരിക്കുന്നത് അല്ല. അപ്പൊ അർജുനൻ പറയുന്നത്, അല്ലയോ പരമാത്മാവേ, ഭഗവാനോട് പറയാണ്, കൃഷ്ണനോട് പറയാണ്, അങ്ങ് തന്നെയാണ് പരമാത്മാവ്. ഉം അങ്ങ് ഈ ജഗത്തിന്റെ മുഴുവൻ രക്ഷിതാവാണെന്ന് പറഞ്ഞു. അതുപോലെ ദേവന്മാരുടെയൊക്കെ അധിപതിയാണ് അങ്ങ് എന്ന് പറഞ്ഞു. ഈ പ്രപഞ്ച ഘടകങ്ങളെ മുഴുവൻ അതിന്റെ നിയമത്തിനനുസരിച്ച് പ്രവർത്തിപ്പിക്കുന്നവനാണ് അങ്ങ് എന്ന് പറഞ്ഞു അല്ലെ. അതേപോലെ തന്റെ ആ അംശത്തിൽ, ചെറിയൊരു അംശത്തിൽ നിന്ന് സങ്കല്പങ്ങളിൽ കൂടി പ്രപഞ്ചഘടകങ്ങളെ മുഴുവൻ വെളിവാക്കുന്നവനാണ് അങ്ങ്. അപ്പൊ അങ്ങനെയുള്ള പരമാത്മാവായിരിക്കുന്ന അങ്ങ് അവിടുന്ന് താൻ തന്നെ സ്വരൂപം കൊണ്ട് സ്വരൂപത്തെ അറിയുന്നതിനായി പ്രകാശിക്കണമെന്നാണ്. താൻ തന്നെയാണ് സ്വരൂപത്തെ അറിയുന്നത് എന്നാണ് അർജുനൻ പറഞ്ഞു നിർത്തിയത്. അവിടെയാണ് അല്ലെ, അതാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോ എന്ന് പറഞ്ഞാൽ ആ ഉത്തമ പുരുഷനെ അറിയണമെങ്കിൽ ഉത്തമ പുരുഷനായി മാറണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഉത്തമ പുരുഷനെ എന്ന് അറിയാൻ പറ്റില്ല എന്നാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സത്യത്തെ പിന്നെ എങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ടത്? അതിനൊരു സംശയം വരാം. അപ്പൊ അതിനുള്ള വഴി എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രാണൻ, മനസ്സ്, ഇതൊക്കെയാണ് വേറെയായിട്ട് നിൽക്കുന്നത്. അതിനെയൊക്കെ മാറ്റി വെക്കുക, അതിനെയൊക്കെ ഒഴിച്ചു മാറ്റുക എന്നാണ്. അതിനുള്ള വഴി അത് മാത്രമേ ഉള്ളൂ എന്നാണ്. ഈ പ്രാണനെയും മനസ്സിനെയൊക്കെ അവിടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതായി മാറും, അതിനെ അറിയാനായിട്ട് പറ്റും എന്നാണ്. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ആദ്യം ദിവ്യങ്ങളായി കാണപ്പെടുന്ന, അല്ലെങ്കിൽ തേജോമയങ്ങളായി കാണപ്പെടുന്ന ഈ പ്രപഞ്ചത്തിലെ ഓരോ ഘടകങ്ങള്, അതില് ഈശ്വരനാണെന്ന ഭാവനയോടെ മനസ്സിനെ അതില് ധ്യാനനിഷ്ഠമാക്കണം എന്നുള്ളത് ആദ്യം. അതിലാ വേണ്ട അല്ലെ. പല കാര്യങ്ങളും നമുക്ക് വളരെ ദിവ്യമായിട്ട് തോന്നും, പലതും തേജോമയമായിട്ട് നമുക്ക് തോന്നാം. അത് വസ്തുക്കളാവാം, വ്യക്തികളാവാം, എല്ലാം ആവാം. അപ്പൊ അതെല്ലാം ഈശ്വരനാണെന്ന ഭാവനയോടെ മനസ്സ് അതിൽ ധ്യാനനിഷ്ഠമാക്കണം എന്ന്. അപ്പൊ ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുമ്പോൾ അത് ഏതൊക്കെയാണെന്ന് അർജുനൻ ചോദിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ മനസ്സിനെ ധ്യാനനിഷ്ഠമാക്കാൻ പറ്റുന്ന വിഭൂതികൾ ഏതൊക്കെയാണ്? പ്രത്യേകതയുള്ള തേജോമയങ്ങളായ ദിവ്യങ്ങളായ രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് അർജുനൻ ചോദിക്കുകയാണ്. ഏതിലൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. അതാണ് 16-ാമത്തെ ശ്ലോകത്തില്. 16-ാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ. വക്തുമർഹസ്യ ശേഷേണ ദിവ്യാ ഹ്യാത്മവിഭൂതയഃ യാഭിർവിഭൂതിഭിർലോകാ നിമാസ്ത്വം വ്യാപ്യ തിഷ്ഠസി. 16-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ചോദിക്കുന്നു, വക്തുമർഹസ്യ ശേഷേണ ദിവ്യാ ഹ്യാത്മവിഭൂതയഃ യാഭിർ വിഭൂതിഭിർലോകാൻ ഇമാം സ്വം വ്യാപ്യ തിഷ്ഠസി. അപ്പൊ ചോദിക്കുന്നത് എങ്ങനെയാണ്? യാഭിഹി വിഭൂതിഭിഹി എന്ന് പറഞ്ഞാൽ ഏതേത് വിശിഷ്ട രൂപങ്ങൾ സ്വീകരിച്ചിട്ടാണോ, അല്ലെങ്കിൽ ഏതേത് വിശിഷ്ട രൂപങ്ങളിലാണോ അങ്ങ്, ത്വം പരമാത്മാവായ അങ്ങ്, ഈ ലോകങ്ങളെ, ഇമാൻ ലോകം എന്ന് പറഞ്ഞാൽ ഈ ലോകങ്ങളെ മുഴുവനും ഉൾക്കൊണ്ട് നിലകൊള്ളുന്നത്. അപ്പൊ ഏതൊക്കെ വിശിഷ്ട രൂപങ്ങളിലാണോ അങ്ങ് നിലകൊള്ളുന്നത്, അതൊക്കെ, അതിനെ മുഴുവനും എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയണം ഭഗവാനോട്. അപ്പൊ അങ്ങ് ഏതൊക്കെ രൂപങ്ങളിലാണോ ഇവിടെ നിലനിൽക്കുന്നത്, വ്യാപിച്ചുകൊണ്ട് നിൽക്കുന്നത്, ഈ ലോകത്തെ മുഴുവൻ വ്യാപിച്ചിട്ട് എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നുണ്ട്, പക്ഷെ അതില് ഏതൊക്കെ രൂപങ്ങളിലാണ് അങ്ങ് വിശിഷ്ട രൂപങ്ങൾ കൈകൊണ്ട് നിലനിൽക്കുന്നത്, അതെനിക്ക് മുഴുവനും പറഞ്ഞു തരൂ എന്ന് പറയണം. ആത്മവിഭൂതയ ദിവ്യാഹി, ഈ ആത്മവിഭൂതികൾ എന്ന് പറഞ്ഞാൽ വളരെ ദിവ്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ ഏതിലൊക്കെയാണ് അങ്ങ് നിലകൊള്ളുന്നത്, അതാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വിശിഷ്ടമായ രൂപങ്ങൾ സ്വീകരിച്ചിട്ടാണോ, അല്ലെങ്കിൽ ഏതൊക്കെ വിശിഷ്ടമായ രൂപങ്ങളിലാണോ പരമാത്മാവായ അങ്ങ് ഈ ലോകങ്ങളെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ നിലകൊള്ളുന്നത്, ആ ദിവ്യ രൂപങ്ങളെ, വിശിഷ്ട രൂപങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരും, മുഴുവനും എനിക്ക് പറഞ്ഞു തരൂ എന്നാണ് അർജുനൻ പറയുന്നത്. അത് മുഴുവനും എനിക്ക് പറഞ്ഞു തരണം. കാരണം ആത്മവിഭൂതികള് വളരെ ദിവ്യമാണ്, അതുകൊണ്ട് എനിക്കത് പറഞ്ഞു തരൂ എന്ന് അർജുനൻ പറയാം. ദിവ്യ ഹ്യാത്മവിഭൂതയ എന്ന് പറയും. അപ്പോ സാധാരണക്കാരായ ആളുകൾക്ക് ആ ഒന്ന് മാത്രമായിരിക്കുന്ന അദ്വയമായ ആ സത്യത്തെ, ആ പരമാത്മ സത്യത്തെ കണ്ടനുഭവിക്കാൻ കഴിവില്ല അല്ലെ. സാധാരണക്കാരായ ആളുകൾക്ക് അതിനെ എല്ലായിടത്തും കാണാൻ പറ്റുന്നില്ല. അപ്പോ അങ്ങനെ കഴിവില്ലാത്തവര്, ആ പരമാത്മതത്വം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു, പക്ഷെ സാധാരണക്കാരായ ആളുകൾക്ക് അതിനെ കണ്ടനുഭവിക്കാൻ പറ്റുന്നില്ല, അതിനുള്ള കഴിവില്ല.
അപ്പോ അങ്ങനെയുള്ളവർക്ക് അവരെ ആ ഒരു അനുഭവത്തിലേക്ക് അടുപ്പിക്കാൻ ഒരു മാർഗം എന്നുള്ള നിലയ്ക്ക് എന്താണ് വഴി? ദിവ്യമായ ഏതെങ്കിലും ഒരു പ്രത്യേക രൂപത്തിൽ, വിശിഷ്ടമായ രൂപത്തിൽ, വിഭൂതിയിൽ മനസ്സിനെ ധ്യാനനിഷ്ഠമാക്കണം എന്നാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ ആ ദിവ്യമായ ആത്മവിഭൂതി ഏതാണ്? അങ്ങനെ സംശയം വരാം. എന്താണ്, എന്ത് ആത്മവിഭൂതിയിലാണ് മനസ്സിനെ ഫോക്കസ് ചെയ്യാം? അപ്പൊ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണക്കാരായ ആളുകളുടെ മനസ്സിനെ ആകർഷിച്ച് അവരുടെ ഉള്ളില് അത്ഭുതം ഉണ്ടാക്കാൻ പറ്റുന്ന പ്രത്യേകതയുള്ള എന്തും ദിവ്യ വിഭൂതിയാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? എന്തും. അതുകൊണ്ടാണ് ഈ ചില ദിവ്യന്മാര്, സദ്ഗുരുക്കന്മാര്, അവരൊക്കെ എന്താ പറയാ, ചില സിദ്ധികളൊക്കെ പുറമേക്ക് കാണിക്കും. ഇടയ്ക്ക്, എപ്പോഴൊന്നും കാണിക്കില്ല, ഇടയ്ക്ക് ചില സിദ്ധികളൊക്കെ കാണിക്കും. എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ, അത് കണ്ടു കഴിഞ്ഞാലെങ്കിലും ആളുകൾക്ക് ആ ഈശ്വരത്വം അനുഭവിക്കാൻ വേണ്ടി, ആ ഈശ്വരന്റെ സാന്നിധ്യം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. ഈശ്വരനാണ് അത് ചെയ്തത്, അത് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കാണിക്കുന്നത് അത് യഥാർത്ഥത്തിൽ. അപ്പൊ സാധാരണക്കാരായ ആളുകളുടെ മനസ്സിനെ ആകർഷിച്ച് അവരുടെ ഉള്ളിൽ അത്ഭുതം ഉണ്ടാക്കാൻ പറ്റുന്ന പ്രത്യേകതയുള്ള എന്തും ദിവ്യ വിഭൂതിയാണ് എന്നുള്ളത്. അത് വളരെ തേജോമയങ്ങളായിരിക്കാം. അഗ്നിയെ പോലെ, സൂര്യനെ പോലെ, ചന്ദ്രനെ പോലെയൊക്കെ തേജസ് ഉള്ളവയായിരിക്കാം. അതുപോലെ വായുവിനെ പോലെ ഊർജ്ജസ്വലമായിരിക്കാം എന്നാണ് പറയുന്നത്. ചിലത് അങ്ങനെയുണ്ട് അല്ലെ, വല്ല ഊർജ്ജസ്വലത കണ്ടു കഴിഞ്ഞാൽ നമുക്കതിൽ ദിവ്യത്വം തോന്നും. അതേപോലെ തേജോമയമായ രൂപങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ ദിവ്യത്വം തോന്നും. അതേപോലെ ചില മനുഷ്യര് അസാധാരണമായ ദിവ്യമായ പ്രഭാവത്തോടു കൂടിയ മനുഷ്യ വ്യക്തികൾ, ചിലരെ കണ്ടു കഴിഞ്ഞാൽ ആകപ്പാട് ഒരു പ്രകാശമയായിരിക്കും ചിലർ, അല്ലെ? കണ്ടിട്ടില്ല അങ്ങനെയുള്ള ആളുകളെ? അങ്ങനെയുള്ള വ്യക്തികളാവാം. അപ്പൊ ഇതൊക്കെ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് ഇതൊക്കെ ദിവ്യ വിഭൂതികളാണ് എന്നാണ് പറയുന്നത്. ദിവ്യ വിഭൂതികൾ. അപ്പോ ഇതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള തേജോമയങ്ങളായ, അല്ലെ, ഊർജ്ജസ്വലമായ ഇങ്ങനെയുള്ള ദിവ്യ വിഭൂതികള്, അത് ഈ വിഭൂതികളുടെ സാന്നിധ്യം, അതിന്റെ പ്രവർത്തനമൊക്കെ ഈശ്വര സാന്നിധ്യത്തെ സാധാരണക്കാരായ ആളുകൾക്ക് പോലും വ്യക്തമാക്കി കൊടുക്കും എന്നാണ് പറയുന്നത്. അവർക്ക് അത് അനുഭവിക്കാൻ പറ്റും. ഇത് ഈശ്വരനാണ്, ദിവ്യമാണെന്ന് അനുഭവിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് വേദമന്ത്രങ്ങളൊക്കെ ഈ രൂപങ്ങളെയൊക്കെ ബ്രഹ്മത്തിന്റെ തന്നെ രൂപമായിട്ട് ആരാധിക്കാൻ പറഞ്ഞത്. കാരണം സാധാരണക്കാരായ ആളുകളെ പോലും ആകർഷിക്കാൻ തക്കവണ്ണമുള്ള ഈശ്വര സാന്നിധ്യം അതിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് വേദമന്ത്രങ്ങൾ അതിനെയൊക്കെ ബ്രഹ്മരൂപമായിട്ട് ആരാധിക്കൂ എന്ന് പറയുന്നത്. അല്ലാതെ പ്രകൃതിയൊക്കെ, നമ്മൾ പ്രകൃതിയിൽ പലതിനെയും ആരാധിക്കുന്നത് ഭയന്നിട്ടല്ല എന്നാണ് പറയുന്നത്. ഭയം കൊണ്ടല്ല യഥാർത്ഥത്തിൽ. കാരണം ഇതൊക്കെ നമ്മളെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മൾക്ക് ആരാധിക്കാൻ പറയാം. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ ഈ ദിവ്യത്വം എന്ന് പറയുന്നത്, അതുപോലെ അത് ആശ്ചര്യമുണ്ടാക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത് ഇന്നും അത് പണ്ടത്തെ പോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നാണ്. അപ്പൊ ഇതാണ്, ഈ വിഭൂതികളാണ് മനുഷ്യനെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്നത്, ഈശ്വരനിലേക്ക് തിരിച്ചുവിടുന്ന പ്രധാന ഘടകം ഇത് തന്നെയാണ് എന്നാണ്. അപ്പോ വിഭൂതികളെ മാത്രം അറിഞ്ഞാൽ പോരാ. അടുത്തത് അർജുനൻ പറയാണ്, ഏതെങ്കിലും ഒരു വിഭൂതിയെ ആശ്രയിച്ച എങ്ങനെ പരമാത്മാവിലേക്ക് എത്താൻ പറ്റുക എന്നൊരു ചോദിക്കുന്നത്. ഏതേത് ഭാവങ്ങളിലാണ് വിഭൂതിയെ വിചാരം ചെയ്ത് ഉപാസിക്കേണ്ടത്? അതാണ് ഇനി അടുത്ത് ചോദിക്കുന്നത് അർജുനൻ. അടുത്ത ചോദ്യം അതാണ്. അപ്പൊ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ അർജുനൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാനോട്. ഇതിനൊക്കെ ഒരുമിച്ച് ഉത്തരം പറയാൻ പോകുന്നു. അപ്പൊ അർജുനൻ ഈ ഒരു സംശയമാണ് അടുത്ത് ചോദിക്കുന്നത്. ഏതൊക്കെ ഭാവങ്ങളിലാണ് ഈ വിഭൂതികളെ വിചാരം ചെയ്ത് ഉപാസിക്കേണ്ടത്? അപ്പൊ അതാണ് അടുത്ത ചോദ്യത്തിൽ 17ാമത്തെ ശ്ലോകം ചൊല്ലിക്കൊള്ളു. കഥം വിദ്യാമഹം യോഗിൻ ത്വാം സദാ പരിചിന്തയൻ കേഷു കേഷു ച ഭാവേഷു ചിന്ത്യോസി ഭഗവൻ മയാ. ചോദിക്കുന്നു, ഏതൊക്കെ ഭാവങ്ങളിലാണ്? കഥം വിദ്യാമഹം യോഗിൻ ത്വാം സദാ പരിചിന്തയൻ കേഷു കേഷു ച ഭാവേഷു ചിന്ത്യോസി ഭഗവൻ മയാ. യോഗിൻ എന്ന് പറയുന്നത് കൃഷ്ണനെ അഡ്രസ് ചെയ്യുന്നതാണ്. എല്ലായ്പ്പോഴും എല്ലായിടത്തും എല്ലാമായി നിലനിൽക്കുന്ന കൃഷ്ണ എന്ന് ചോദിക്കുകയാണ്. കൃഷ്ണനോട് ചോദിക്കുകയാണ്, ഞാന് എപ്രകാരം, ഏത് പ്രകാരം
സദാ പരിചിത എന്ന് പറഞ്ഞാൽ ഈ വിഭൂതിയെ ആശ്രയിച്ച് ഏത് പ്രകാരം നിരന്തരമായി ഉപാസിച്ചാലാണോ പരമാത്മാവായി അങ്ങേ അറിയാൻ പറ്റുക എന്ന് ചോദിക്കുക. കൃഷ്ണനോട് ചോദിക്കുകയാണ്, ഭഗവാൻ ഇപ്പൊ ഞാന് ഏതേത് ഭാവങ്ങളിലാണ് അങ്ങേ വിചാരം ചെയ്ത് ഉറപ്പിക്കേണ്ടത് എന്ന് ചോദിക്കാം. കാരണം അങ്ങ് തന്നെയാണ് ഇവിടെ എല്ലാം എല്ലായ്പ്പോഴും എല്ലാമായിട്ടും നിലനിൽക്കുന്നത് അങ്ങ് തന്നെയാണ്. അപ്പോ ഞാൻ ഏത് പ്രകാരം വിഭൂതിയെ ആശ്രയിച്ച് നിരന്തരമായിട്ട് ഇടതടവില്ലാതെ ഉപാസിച്ചാലാണോ എനിക്ക് പരമാത്മാവായ അങ്ങയെ അറിയാൻ സാധിക്കുക. അങ്ങ് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഉടമസ്ഥനാണ് അങ്ങ്. അങ്ങനെ ഇരിക്കുന്ന കൃഷ്ണ, ഞാന് ഏതേതൊക്കെ ഭാവങ്ങളിലാണ് അങ്ങയെ വിചാരം ചെയ്ത് ഉറപ്പിക്കേണ്ടത് എന്ന് ചോദിക്കാം. കഥം വിദ്യാമഹം. അപ്പൊ ഇവിടെ അർജുനന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പരമാത്മാവായ സത്യത്തെ അറിയലാണ് ലക്ഷ്യം, അല്ലെ? അതിനെ അറിയണം വേണ്ടത്, അതാണ് അർജുനന് ആവശ്യം. അപ്പൊ അർജുനൻ അതിനുവേണ്ടി ആ പരമാത്മ തത്വത്തെ, ആ സത്യത്തെ അറിയാൻ അർജുനൻ തയ്യാറാണ്. അതറിയാൻ വേണ്ടി ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് ആ വിഭൂതിയെ ആശ്രയിക്കാൻ അർജുനൻ തയ്യാറാണ്. അതേപോലെ തന്നെ ഭഗവാൻ കൃഷ്ണനെ തന്നെ ഒരു വിഭൂതിയായി കണക്കാക്കി ഉപാസിക്കാൻ അർജുനൻ തയ്യാറാണ്. അപ്പൊ അതുകൊണ്ടാണ് യോഗിൻ എന്നൊക്കെ ഭഗവാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങയെ തന്നെ ഞാൻ ഉപാസിക്കാം, അതിന് തയ്യാറാണ്. പക്ഷെ വിഭൂതിയെ ഏത് രീതിയിലാണ്, ഏത് പ്രകാരം ആശ്രയിച്ചിട്ടാണ് ഞാൻ നിരന്തരമായിട്ട് ഉപാസിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയായിട്ടാണോ ഞാൻ ആരാധിക്കേണ്ടത്, അല്ലെ? അങ്ങനെ സംശയം വരാം. ആ വ്യക്തിയെയാണോ ആരാധിക്കേണ്ടത്, അതോ ആ വ്യക്തിയില് ഉള്ള ഒളിഞ്ഞു കിടക്കുന്ന പല പുതിയ ഭാവന ചെയ്ത് ഉറപ്പിക്കണോ? അങ്ങനെയാണെങ്കിൽ അതാണ് വേണ്ടതെങ്കിൽ ആ വിഭൂതിയില് പുതിയതായിട്ട് ഭാവന ചെയ്യേണ്ട രഹസ്യങ്ങൾ എന്തൊക്കെയാണ്, സത്യത്തിന്റെ രഹസ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കും. അപ്പൊ ഇങ്ങനെ പലതും എനിക്ക് കൂടുതലായിട്ട് അറിയണം എന്നുണ്ട് അർജുനൻ പറയണം. ഇങ്ങനെ പല കാര്യങ്ങൾ എനിക്ക് കൂടുതലായിട്ട് അറിയണം. അപ്പൊ അതൊക്കെ ഒന്ന് വിസ്തരിച്ച് എനിക്ക് പറഞ്ഞു തരണം എന്ന് അർജുനൻ പറയണം. ഇതെല്ലാം ഈ കാര്യങ്ങളൊക്കെ എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരണം. കാരണം ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുന്നത് തന്നെ എന്നിൽ അങ്ങേയറ്റത്തെ ആനന്ദം ഉണ്ടാക്കുന്നുണ്ട് അർജുനൻ പറയാം. ഭഗവാനെ കുറിച്ച് കൂടുതൽ കേൾക്കും തോറും എൻ്റെ ഉള്ളിൽ ആനന്ദം അങ്ങനെ വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ വിസ്തരിച്ച് പറഞ്ഞു തരണം എന്ന് അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെടും. അപ്പൊ അടുത്ത ശ്ലോകത്തില് അതാണ് അർജുനൻ ചോദിക്കുന്നത്. 18ാമത്തെ ശ്ലോകം ചൊല്ലിക്കും. വിസ്തരേണാത്മനോ യോഗം വിഭൂതിം ച ജനാർദ്ദന ഭൂയഃ കഥയ തൃപ്തിർഹി ശൃണ്വതോ നാസ്തി മേ മൃതം. 18ാമത്തെ ശ്ലോകത്തില് പറയണു അർജുനൻ. എന്താണ് പറയണം? വിസ്തരേണ ആത്മനോ യോഗം വിഭൂതിം ച ജനാർദ്ദന ഭൂയഃ കഥയ തൃപ്തിർഹി ശൃണ്വതോ നാസ്തി മേ മൃതം. ഹേ ജനാർദ്ദന, അർജുന, ജനാർദ്ദന ഭഗവാനോട് ചോദിക്കുകയാണ്, അല്ലയോ കൃഷ്ണ, ആത്മന യോഗം പരമാത്മാവായ അങ്ങയെ കണ്ടെത്തുന്ന വിധം അങ്ങയോട് യോഗം ചെയ്തു, അതും വിഭൂതി, അങ്ങയുടെ വിഭൂതിക്കുള്ള അതിലുള്ള പങ്കും വീണ്ടും വിസ്തരേണ കഥയേന്ന് വിസ്തരിച്ച് പറഞ്ഞു തരൂ എന്ന് പറയുന്നു. വീണ്ടും അതെനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരൂ. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, അമൃതം പറഞ്ഞാൽ അമൃത് പോലുള്ള അങ്ങയുടെ വാക്ക്, ശൃണ്വത കേൾക്കുന്ന എനിക്ക്, അമൃത് പോലുള്ള അങ്ങയുടെ വാക്കുകൾ കേൾക്കുന്ന എനിക്ക് തൃപ്തി നാസ്തി എന്നാണ്. എന്ന് പറഞ്ഞാൽ തൃപ്തി ആവണില്ല, അങ്ങയുടെ വാക്ക് എനിക്ക് കേട്ടിട്ട് മതി വരണില്ല എന്ന് പറയുന്നത് അർജുനൻ ഭഗവാനോട്. അർജുൻ ആ ഒരു തലത്തിലേക്ക് എത്തി, അല്ലെ? എവിടുന്ന തുടങ്ങിയത് ഓർമ്മ വേണം, അല്ലെ? ആ അവസ്ഥയിൽ നിന്ന് ഈ അധ്യായത്തിൽ എത്തുമ്പോഴേക്ക് അർജുനന് ഭഗവാന്റെ വാക്കുകൾ കേൾക്കും തോറും ഉള്ളില് ആനന്ദം, തൃപ്തി വരുന്നില്ല, കേട്ട് മതിയാവണില്ല എന്ന് പറയുന്ന അർജുനൻ. അതാണ് കൃഷ്ണനോട്, അല്ലയോ കൃഷ്ണ, അങ്ങ് പരമാത്മാവാണ് എന്ന് പല പ്രാവശ്യം അർജുനൻ സൂചിപ്പിച്ചു. എന്നിട്ട് പറയണ, പരമാത്മാവായ അങ്ങയെ കണ്ടെത്തുന്ന രീതി എനിക്ക് പറഞ്ഞു തരൂ, വിസ്തരിച്ച് പറഞ്ഞു തരൂ. പിന്നെ അങ്ങനെ അങ്ങയെ കണ്ടെത്തുന്നതില് വിഭൂതിയുടെ പ്രാധാന്യം, അതിനുള്ള പങ്ക്, അതും വീണ്ടും എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരൂ. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, അമൃത് പോലുള്ള അമൃതിന് തുല്യമായ അങ്ങയുടെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ എനിക്ക് മതി വരുന്നില്ല എന്നാണ് അർജുനൻ പറയുന്നത്. എനിക്ക് മതിയാവണില്ല, അങ്ങ് പറഞ്ഞുകൊണ്ടേയിരിക്കൂ. ഭൂയ കഥയാ.
ഭൂയഃ കഥ. അപ്പൊ ഭഗവാന്റെ കാര്യം എന്നോട് വീണ്ടും വീണ്ടും അങ്ങ് പറയൂ. ഇപ്പൊ പല പ്രാവശ്യം പറഞ്ഞു കേട്ടതാണ്, പക്ഷെ വീണ്ടും എന്തിനു പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആവർത്തിച്ച് വീണ്ടും വീണ്ടും കേൾക്കും തോറും ഉള്ളില് ആനന്ദം വർദ്ധിക്കണം. അല്ലെ? അപ്പൊ ഒരു കാര്യം നമ്മൾ ആവർത്തിച്ച് കേൾക്കുമ്പോൾ ഉള്ളിൽ ആനന്ദം വളർന്നു വരുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് ഉപേക്ഷിക്കില്ല, നമ്മളത് വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കും. അല്ലെ? ശരിയല്ലേ? കാരണം അത് കേൾക്കുന്തോറും ആനന്ദം വർദ്ധിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ആഗ്രഹം എന്താണ്? ഇനിയും കേൾക്കണം എന്നായിരിക്കും. അപ്പോ ആവർത്തിച്ച് ശ്രവിക്കുക, കേൾക്കുക, ആവർത്തിച്ച് വീണ്ടും വീണ്ടും കേൾക്കുക, ആ കേട്ടതിനെ വീണ്ടും വീണ്ടും മനനം ചെയ്യുക, വീണ്ടും വീണ്ടും നിധിധ്യാസനം, ശ്രവണം മനനം നിധിധ്യാസനം, ലജ്ഞാനാഭ്യാസം. അപ്പൊ ഇതൊക്കെ ഈ മൂന്നും ഒരേ രീതിയിൽ പോകുമ്പോൾ ആനന്ദം വളർന്ന് വളർന്ന് സത്യത്തോട് അടുക്കാനിടയാകുന്നതാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും കേൾക്കണം എന്ന് പറയാനുള്ള കാരണം. കേൾക്കും തോറും ഉള്ളിൽ ആനന്ദം വളരും, അത് സത്യത്തിലേക്ക് അടുക്കാനിടയാവും. അപ്പൊ ഇത് ഈ സത്യാന്വേഷണ വഴിയിലെ ഒരു രഹസ്യമാണ്, സത്യാന്വേഷണ മാർഗത്തിലെ ഒരു രഹസ്യമാണ് എന്നാണ്. അപ്പൊ ശ്രവണാനന്ദം എന്ന് പറഞ്ഞാൽ കേൾക്കുന്തോറുമുള്ള ആനന്ദം വീണ്ടും കേൾക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജുനന്റെ മനസ്സ് ആത്മസാക്ഷാത്കാരത്തിനുള്ള പാകതയിലേക്ക് വരുന്നു എന്നാണ്. ആ ഒരു മെച്യൂരിറ്റി വരാൻ തുടങ്ങിയ അർജുനന്. അതുകൊണ്ടാണ് അത് കേൾക്കും തോറും ആനന്ദം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം വീണ്ടും ഇത് പറയാൻ ആവശ്യപ്പെടുന്നത് ഇതുവരെ പറഞ്ഞത് അർജുനന് തീരെ മനസ്സിലാവാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ഈ സത്യത്തിനെ വിചാരം ചെയ്യാനുള്ള കഴിവില്ലാത്തതുകൊണ്ടല്ല. നേരത്തെ ഉപാസന, വിരാട് രൂപ ഉപാസനയെ കുറിച്ച് പറഞ്ഞു, അത് ചെയ്യാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല, അല്ലെങ്കിൽ പ്രണവോപാസന ചെയ്യാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല അർജുനൻ. ഇതൊന്നും കഴിവില്ലാത്തതുകൊണ്ടല്ല, ഈ വിഭൂതിയെ അടിസ്ഥാനമാക്കിയുള്ള ആത്മസാക്ഷാത്കാരം, അതിന്റെ സാധന എങ്ങനെയാണെന്ന് വിസ്തരിച്ചു പറയൂ എന്ന് പറയുന്നത് മറ്റൊന്നും കഴിവില്ലാത്തതുകൊണ്ടല്ല. കാരണം അർജുനന്റെ മനസ്സിലിപ്പോ ഭഗവാന്റെ വാക്കുകളാകുന്ന അമൃതം, അതില് ആ സത്യാനുഭൂതി ഉൾക്കൊള്ളുന്നുണ്ട്. ഭഗവാന്റെ വാക്ക് കേൾക്കുന്തോറും അർജുനൻ അനുഭവിക്കുന്നത് ആത്മാനുഭൂതിയാണ്. കേൾക്കുന്തോറും ആ അനുഭൂതി അനുഭവിക്കാൻ തുടങ്ങിയ അർജുനൻ. അപ്പോ ആ അനുഭൂതി അനുഭവിക്കുന്നുണ്ട്, അത് കൂടുതൽ കൂടുതൽ അനുഭവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് അർജുനൻ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. മനസ്സിലാവുന്നില്ല? പിടികിട്ടിയോ? കാരണം അത് കേൾക്കുന്തോറും വീണ്ടും വീണ്ടും ഒരു ആനന്ദം ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുന്തോറും ആനന്ദം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു. അപ്പൊ അർജുനൻ പറയുന്നത് വീണ്ടും വീണ്ടും പറയൂ, ഇനി വിസ്തരിച്ചു പറയൂ, ഇനി വിസ്തരിച്ചു പറയൂ എന്ന് പറയാം. അപ്പൊ അർജുനൻ ആത്മസാക്ഷാത്കാരത്തിലേക്ക് അടുക്കുകയാണ് എന്നാണ്, അതിനുള്ള യോഗ്യത നേടിക്കൊണ്ടുവരികയാണ് എന്ന് പറയാം. അപ്പൊ ഗുരുവിനെ സംബന്ധിച്ച് ഒരു ശിഷ്യൻ ഈ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഗുരുവിന് അങ്ങേയറ്റത്തെ സന്തോഷമാണ്. കാരണം താൻ സത്യത്തിനെ കുറിച്ച് വീണ്ടും വീണ്ടും പറയുമ്പോൾ തന്റെ ശിഷ്യനില് അല്ലെങ്കിൽ ഈ സത്യാന്വേഷിയുടെ മനസ്സില് ആനന്ദം വളരുന്നു എന്ന് ഗുരുവിന് മനസ്സിലാവുമ്പോൾ ഗുരുവിനും അങ്ങേയറ്റ സംതൃപ്തി ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ ഗുരു എന്ത് ചെയ്യും? അങ്ങനെ കേൾക്കാൻ താല്പര്യമുള്ള ആൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കും എന്നാണ് പറയുന്നത്. വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കും. അതിന് ഗുരു ഒരുക്കമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുകയാണ്, വിഭൂതി യോഗം ഞാൻ വിസ്തരിച്ച് പറഞ്ഞു തരാം എന്ന് അർജുനനോട് പ്രതിജ്ഞ ചെയ്യണം. അടുത്ത് ഇനി ഭഗവാനാണ് മറുപടി പറയാൻ പോകുന്നത്. അർജുനൻ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു, അതിനി ഭഗവാൻ മറുപടി പറയാൻ പോവാണ്. 19ാമത്തെ ശ്ലോകം മുതൽ ശ്രീ ഭഗവാൻ ഉവാച ചൊല്ലിക്കൊള്ളു. ഹന്തതേ കഥയിഷ്യാമി ദിവ്യാഹ്യാത്മവിഭൂതയഃ പ്രാധാന്യതഃ കുരു ശ്രേഷ്ഠ നാസ്ത്യന്തോ വിസ്തരസ്യ മേ. ഭഗവാൻ തുടക്കത്തിലെ പറയുന്നതാണ് അർജുനനോട്. ശ്രീ ഭഗവാൻ ഉവാച ഹന്ത തേ കഥയിഷ്യാമി ദിവ്യാഹ്യാത്മവിഭൂതയഃ പ്രാധാന്യതഃ ഗുരുശ്രേഷ്ഠ നാസ്ത്യന്തോ വിസ്തരസ്യ മേ. അപ്പൊ ഭഗവാൻ അർജുനന്റെ ഈ വാക്കുകൾ കേട്ടപ്പോ, ഏത് വാക്കുകള്? ഭഗവാന്റെ കാര്യങ്ങൾ വായിൽ നിന്ന് അമൃത് പോലുള്ള വാക്കുകൾ കേൾക്കുന്തോറും എന്റെ ഉള്ളിൽ ആനന്ദം വർദ്ധിച്ചു വരുന്നു എന്ന് പറയും. അപ്പൊ അർജുനൻ വീണ്ടും വീണ്ടും പറയാൻ ആവശ്യപ്പെട്ടു. ഇത് കേട്ടപ്പോ ഭഗവാന് സന്തോഷം. ഹന്ത എന്ന സന്തോഷം, സന്തോഷം. ഭഗവാൻ പറയാണ്, കുരുശ്രേഷ്ഠ, കുരുശ്രേഷ്ഠനാണ് അർജുനൻ എന്ന് പറഞ്ഞാൽ കുരു രാജവംശത്തിന്റെ അഭിമാനമായ അർജുന, കുരുശ്രേഷ്ഠ.
അപ്പൊ നിനക്ക് എങ്ങനെയുള്ള നിനക്ക് സന്തോഷപൂർവം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന നിനക്ക് മേ ദിവ്യ ആത്മവിഭൂതയ, എന്റെ ദിവ്യങ്ങളായ വിശിഷ്ട രൂപങ്ങള്, പ്രാധാന്യത എന്ന് പറഞ്ഞാൽ പ്രാധാന്യത്തെ മുൻനിർത്തി കുറെയൊക്കെ പ്രാധാന്യം ഉള്ളത് എന്നർത്ഥം. എല്ലാം പറയുന്നില്ല, പ്രാധാന്യമുള്ളത്. കഥയിഷ്യാമി, ഞാൻ പറഞ്ഞുതരാന്നാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാന്നാണ് ഭഗവാൻ പറയുന്നത്. എന്താ കാരണം എന്ന് അറിയാമോ? എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ വിസ്തരസ്യ അന്തന അസ്ഥി എന്നാണ്. എന്ന് പറഞ്ഞാൽ വിസ്തരിക്കാൻ തുടങ്ങിയാൽ അന്തന അസ്ഥി, അവസാനം ഉണ്ടാവില്ല എന്ന്. എന്റെ വിഭൂതികൾക്ക് വിസ്തരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല എന്നാണ്. അതിന് അവസാനമല്ല, അനന്തമാണ്. അതാണ് ഭഗവാൻ പറയുന്നത്. അർജുനന്റെ ചോദ്യം കേട്ടപ്പോ ഭഗവാൻ ആദ്യം സന്തോഷം പ്രകടിപ്പിക്കണം. സന്തോഷം, വളരെ സന്തോഷം. അതുകൊണ്ട് അർജുന, കുരുവരാജവംശത്തിന് അഭിമാനമായ അർജുന, നീ വീണ്ടും വീണ്ടും ഇത് കേൾക്കാൻ കൊതിക്കുന്നു സന്തോഷപൂർവം. അപ്പൊ അങ്ങനെയുള്ള നിനക്ക് എന്റെ ദിവ്യങ്ങളായ വിശിഷ്ട രൂപങ്ങള്, പ്രധാനപ്പെട്ടതൊക്കെ ഞാൻ കുറെയൊക്കെ പറഞ്ഞു തരാമെന്ന് പറയും. കാരണം ഇത് വിസ്തരിക്കാൻ തുടങ്ങിയാൽ അവസാനമില്ല, അത് അനന്തമാണ്. നാസ്ത്യന്തോ വിസ്തരസ്യമേ. അർജുനൻ ആവശ്യപ്പെട്ടത് എന്താണ്? ഭഗവാന്റെ വിഭൂതികള് വിസ്തരിച്ച് കേൾക്കണം എന്നാണ് അർജുനൻ ആവശ്യപ്പെട്ടത്. അപ്പൊ ഭഗവാൻ മറുപടി പറയുന്നു, വിസ്തരിക്കാൻ തുടങ്ങിയാൽ ഇത് തീരില്ല, അവസാനിക്കില്ല. കാരണം ഭഗവാന്റെ വിഭൂതി എന്ന് പറയുന്നത് അനന്തമായ കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങൾ എല്ലാം ഉൾപ്പെട്ടതാണ് ഭഗവാന്റെ വിഭൂതി എന്ന് പറയുന്നത്. അപ്പൊ ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെട്ട ഈ ഭഗവാന്റെ വിഭൂതി എങ്ങനെയാണ് മുഴുവനായിട്ടും വിസ്തരിക്കുക എന്ന് ചോദിക്കുക. പക്ഷെ എന്നാലും പ്രധാനപ്പെട്ട ചില പ്രാധാന്യം നോക്കിയിട്ട് ചില ഏതാനും വിഭൂതികളെ ഞാൻ വിസ്തരിച്ച് നിന്നെ പറഞ്ഞു കേൾപ്പിക്കാം എന്ന് ഭഗവാൻ പറയാം. മുഴുവൻ പറയാൻ പറ്റില്ല, പക്ഷെ കുറെയൊക്കെ പ്രാധാന്യമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അത് തന്നെ വേണ്ട വിധം നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അർജുനൻ ധരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ അർജുനന് തനിയെ മനസ്സിലാക്കിക്കൊള്ളും എന്ന് പറയാം. അതാണ് സൂചന. അപ്പൊ ഈ പ്രധാനപ്പെട്ടത് കേട്ട് കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ളതൊക്കെ നിനക്ക് ബോധ്യമാവും. അപ്പൊ ഇവിടെ അർജുനന് ഭഗവാന്റെ കാര്യം ആവർത്തിച്ച് കേൾക്കാൻ ആഗ്രഹമുണ്ടായി. ആ കേൾക്കുന്ന കാര്യങ്ങൾ അർജുനനെ വീണ്ടും വീണ്ടും ആനന്ദിപ്പിക്കുന്നു. ഇതൊക്കെ അറിഞ്ഞപ്പോ ഭഗവാനിൽ ഉണ്ടായ ഒരു ആഹ്ലാദം, അതാണ് ഹന്ത എന്ന് പറഞ്ഞാൽ ആശ്ചര്യസൂചകമായ ഒരു പദമാണ് ഹന്ത. ഹന്ത ഇതിൽ അഷ്ടാവക്രഗീത ജനമഹാരാജ പറഞ്ഞില്ലേ, അഹോ നിരഞ്ജന ശാന്തു എന്നല്ലേ, അഹോ. അതുപോലെ ഇവിടെ അർജുനന്റെ സന്തോഷം കണ്ടപ്പോ ഭഗവാൻ ഹന്ത, സന്തോഷം ഭഗവാൻ ഉണ്ടായി. അത് ആശ്ചര്യം. അപ്പോ കുരുവംശം, കുരു എന്ന് പറയുന്നത് ചന്ദ്രവംശത്തിലെ ചക്രവർത്തിയായിരുന്നു കുരു. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ രാജ്യഭരണം കൃത്യമായി നിർവഹിച്ചതുകൊണ്ട് തന്നെ ആത്മസാക്ഷാത്കാരം നേടിയ ആളാണ് കുരു. അപ്പൊ അങ്ങനെയുള്ള കുരു രാജാവിന്റെ ആ മഹാത്മാവിന്റെ വംശത്തിൽ പിറഞ്ഞാണ് അർജുനൻ. അപ്പൊ ആ അർജുനനും ഇവിടെ സത്യം കേൾക്കാൻ, അതിന്റെ വിവരണം കേൾക്കുമ്പോൾ ആനന്ദമുണ്ടാവുന്നു, കൂടുതൽ കൂടുതൽ അറിയണം എന്നുള്ള ജിജ്ഞാസ ഉണ്ടാവുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ അർജുനനെ കുരുശ്രേഷ്ഠ എന്ന് വിളിച്ച്. എന്ന് പറഞ്ഞാൽ ആ വംശത്തിന് ചേർന്ന ആള് തന്നെയാണ് നീ എന്നാണ് അതിന്റെ ധ്വനി. അതാണ് അല്ലെ, ആ ഒരു വംശത്തിൽ പിറക്കാൻ യോഗ്യനാണ് നീ എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോ വിഭൂതിയെ വിസ്തരിക്കുന്നുണ്ട്. അപ്പൊ അർജുനന്റെ ചോദ്യം ഇതാണ്, ആഗ്രഹം ഇതാണ്, വിഭൂതിയെ വിസ്തരിക്കണം, വിസ്തരിച്ച് വിഭൂതികളെ കുറിച്ച് പറയണം. പിന്നെയോ ആ വിഭൂതികളെ ആശ്രയിച്ചുകൊണ്ട് ആത്മസാക്ഷാത്കാരം, അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയണം എന്നാണ് ആഗ്രഹം അർജുനൻ പറഞ്ഞത്. അപ്പൊ ഈ വിഭൂതികളെയൊക്കെ ആശ്രയിച്ചിട്ട് എപ്പോഴും എങ്ങനെയാണ് വിചാരം ചെയ്യേണ്ടത്, ഏതേത് ഭാവങ്ങളിലാണ് ചിന്തിക്കേണ്ടത്, ഇതിനൊക്കെ ഉള്ള ഉത്തരമാണ് ഭഗവാൻ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പൊ വിഭൂതികൾ അനന്തമാണെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഈ രീതിയിൽ ഈ പറയാൻ പോകുന്ന ഭാവങ്ങളെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുകയാണെങ്കിൽ, അതിനെ സ്മരിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ വിഭൂതികളുടെയും സത്യം എന്താണ്, അതിന്റെ പൊരുൾ എന്താണെന്ന് തനിയെ ബോധ്യമാവും എന്നാണ് അടുത്ത ശ്ലോകത്തില് ഭഗവാൻ അർജുനനോട് പറയാൻ പോകുന്നത്. അത് നമ്മൾക്ക് നാളെ നോക്കാം. ഇതും ഈ ശ്ലോകവും എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പൊ അത് നമുക്ക് നാളെ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, യെസ്. കണ്ണുകൾ അടച്ചു വെക്കാം. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. നട്ടെല്ല് നിവർന്നിരിക്കുന്നു. കൈകൾ മടിമേൽ മലർത്തിരിക്കാം. ദീർഘമായ ശ്വാസം എടുക്കൂ.
സാവകാശം വൃത്തിക്ക് വിടാം. ഉള്ളിൽ അനുഭവപ്പെടുന്ന സംതൃപ്തി, ആനന്ദം, അർജുനന്റെ മനസ്സിലുണ്ടായ പോലുള്ളൊരു സംതൃപ്തി, ആനന്ദം, ഇത് കേൾക്കും തോറും അത് അനുഭവിച്ചെറിയ ഉള്ളിൽ. ഓം സം സമിത്യുവസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇലസ്പദേ സമിദ്യസേ സനോവശൂന്യാഭര സംഘച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാന ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതിഃ സമാനീ സമാനം മനഃസഹ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന വോഹവിഷാ ജുഹോമി സമാനീവ ആകൂതിഃ സമാനാ ഹൃദയാനിവഹ സമാനമസ്തു വോ മനോ യഥാ വസ്തു സഹാസതി. നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമ പൃഥവ്യേ നമ ഓഷധിഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസമെടുക്കാം. സാവകാശം വൃത്തിക്കിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.